നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം നന്ദഗോവിന്ദ ഭജൻസിനെ ഞാൻ വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എന്നെ കുറെ പേര് സുഡാപ്പികളാക്കി, കുറെ പേര് എന്നെ തെറി വിളിക്കുന്നു. ഒരുപാട് പേര് എനിക്ക് നന്ദഗോവിന്ദം ഭജൻസ് പാടുന്നവരോടുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കലാസൃഷ്ടിയെ ഏതൊരാൾക്കും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ആ വിമർശനങ്ങൾ നല്ല രീതിയിലുള്ള വിമർശനങ്ങളാണെങ്കിൽ അത് ഏറ്റെടുത്ത് അത് തിരുത്തുമ്പോഴാണ് ഒരു കല കൂടുതലായിട്ട് മെച്ചപ്പെടുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്ദഗോവിന്ദത്തിലുള്ള ആളുകൾ ഏറ്റെടുത്ത് അത് മാറ്റണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും അവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവര് ഒരു സംഗീതം എന്ന് പറയുമ്പോൾ അത് ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ ഇതില് തമ്പിലയിൽ നിങ്ങൾ കണ്ടതുപോലെ MG ശ്രീകുമാർ നന്ദഗോവിന്ദ ഭജൻസിനെ ട്രോളി എന്ന് ഞാൻ പറയാൻ കാരണം, MG ശ്രീകുമാറിന്റെ FB പോസ്റ്റിൽ അദ്ദേഹം ഞാനും 2 പീസ് ഓർക്കസ്ട്രയും പിന്നെ എന്റെ ഓഡിയൻസും എല്ലാം മറന്ന് 2 മണിക്കൂർ എന്ന്. അപ്പോ ഒരു ഭജനയ്ക്ക് അധികം സംഭവങ്ങളൊന്നും വേണ്ട. 2 പീസ് ഓർക്കസ്ട്രയും നന്നായി പാടുന്ന ശുദ്ധമായ സംഗീതം ഉണ്ടെങ്കിൽ ആളുകൾ അത് കേൾക്കും എന്നുള്ള ഒരു ധ്വനിയാണ് MG ശ്രീകുമാറിന്റെ പോസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഒരു പക്ഷേ ഞാൻ നന്ദഗോവിന്ദ ഭജൻസിനെ വിമർശിച്ചത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നിയത്. MG ശ്രീകുമാർ എന്ന് പറയുന്ന മഹാനായ ആ ഗായകൻ അങ്ങനെയൊന്നും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത് ചിലപ്പോൾ എന്റെ തോന്നലാവാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, ഈ നന്ദഗോവിന്ദ ഭജൻസിനെ എതിർക്കാനുണ്ടായ മെയിൻ കാരണത്തിലെ ഒരു വിശദീകരണം കൂടി നൽകേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോ ഒരുപാട് പേര്, ഇപ്പൊ ഒത്തിരി കുട്ടികൾ റിയാലിറ്റി ഷോകളിൽ വന്നിട്ട് പഴയ സിനിമാ പാട്ടുകൾ പാടുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് കവർ സോങ്ങുകൾ പാടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള്. അദ്ദേഹം പാടുന്ന പാട്ട് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അത് എഴുതിയ ആളെയും അതുപോലെ തന്നെ അതിന്റെ സംഗീതം നൽകിയ ആളെയും വളരെ അടിപൊളിയായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ കഴിവുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഒരു ഗായകന്റെ മനോധർമ്മം അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞന്റെ മനോധർമ്മം എന്ന് പറയുന്നത്. അയാൾ ആ പാട്ട് പാടുമ്പോൾ അത് എന്റേതല്ല, അത് വേറൊരാൾ നിർമ്മിച്ചതാണ്. അവര് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്, അവരുടെ കഴിവ് എത്രമാത്രം ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് 2 ലൈനെങ്കിലും പാടുന്നുള്ളെങ്കിൽ അത് പാടുന്നെങ്കിലും അവര് ഇത് പറഞ്ഞിട്ടാണ് പാടുന്നത്. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഈ പറയുന്ന നന്ദഗോവിന്ദ ഭജൻസ് വന്നിരുന്നിട്ട് ശിവദം പാടുന്നു, ഗോപാംഗനെ ആത്മാവിലെ പാടുന്നു, ഈ പ്രദക്ഷിണ വീതിയിലാണെന്നുള്ള പാട്ട് പാടുന്നു, അതുപോലെ രാധതൻ പ്രേമത്തോടാണെന്ന് പാടുന്നു, അതുപോലെ നന്ദനത്തിലെ ജഗണ് ജഗണ് തക ജഗണ് ജഗണ് തക ജഗണ് ജഗണ് ആ പാട്ട് പാടുന്നു. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഇവര് പാടുന്നുണ്ട്. ഈ പാടുന്നതിന്റെ തൊട്ടു മുമ്പ് ഇവരെവിടെയാണ് ആ ഒരു സംഗീത സംവിധായകരുടെയോ അതിലെഴുതിയ ആളുകളുടെയോ പേര് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോ നമ്മള് ഈ പല സിനിമകളിലും ഇളയരാജയുടെ പാട്ടെടുത്ത് ആളുകൾ ചെയ്യുമ്പോൾ ഇളയരാജ കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് കേസ് കൊടുക്കാതിരിക്കുക? ഒരു സംഗീതത്തിന്റെ പുറകിൽ ഒരുപാട് പണിയുണ്ട്. അപ്പൊ അവിടെയൊന്നും ഇളയരാജ ഒരു തേങ്ങയുമല്ല, ഞങ്ങൾ ഈ പാട്ട് അങ്ങോട്ട് പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം തിരുമേനി ഒരു വേദിയിൽ കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്ക് ഉറങ്ങിയല്ലോ എന്നുള്ള പറയുന്ന ഒരു പാട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്തത് എന്നും, അന്ന് ആ പാട്ട് ട്രാക്ക് പാടിയ ഒരു ഗായിക അവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് അത് പാടിക്കുകയും ആ കമ്പോസ് ചെയ്യുന്ന സന്ദർഭങ്ങളും ഒക്കെ അദ്ദേഹം ഓർത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു പാട്ട് എഴുതുമ്പോഴും അത് കമ്പോസ് ചെയ്യുമ്പോഴും എത്രമാത്രം പെയിൻ ഉണ്ട്. ഇപ്പോ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഗായകനാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹരീഷ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ഹരീഷ് ഓരോ പാട്ട് പാടുമ്പോഴും, ഇപ്പോ ശരത്ത് എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ ഒരു പാട്ടാണ് ശ്രീരാഗമോ എന്നുള്ള പാട്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ കവർ സോങ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അത് ഹരീഷ് പാടുമ്പോൾ ആ പാട്ടിന് തൊട്ട് മുമ്പ് ശരത് സാർ എന്താണ് അതിൽ ചെയ്തതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണ് അത് എഴുതിയത് എന്ന് പറയുന്നുണ്ട്. ആ പാട്ടിനെ കുറിച്ചും അതിന്റെ രാഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഇതൊന്നും ഇവര് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ജോൺസൺ മാഷിന്റെ പാട്ട് പാടുമ്പോഴും ഹരീഷ് പറയുന്നത്. ദേവാങ്കണങ്ങളൊക്കെ പാടുമ്പോൾ എത്രമാത്രമാണ് ജോൺസൺ മാഷെ അവര് സ്മരിക്കുന്നത്. ഇവിടെ ഒരു സംഗീത സംവിധായകരെയും അവര് സ്മരിക്കുന്നില്ല. ഇപ്പോ ശിവനാമം എന്ന് പറയുന്ന പാട്ടൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മോഹൻ സിത്താരയാണെന്നാണ്. മഴവില്ലിലെ പാട്ടാണ്. അപ്പൊ ആ പാട്ടൊക്കെ മോഹൻ സിത്താര
പാടി ചെയ്തതാണ് എന്നുള്ള രീതിയിലൊന്നും ഇവര് മിണ്ടുന്നില്ല. ഇവര് ആ ക്രെഡിറ്റ് ഒക്കെ ഇവര് കൊണ്ടുപോവാണ്. അപ്പൊ ആരോ ചെയ്തു വെച്ച് ഒരു കലാസൃഷ്ടിയെ ഇവര് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവര് ഭയങ്കര സംഭവമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ കുറെ ക്യാമറകളൊക്കെ വെച്ച് അതിനെ വൈഡ് ഷോട്ടും ക്ലോസ് ഷോട്ടും ഒക്കെ എടുത്ത് ഷോർട്സുകളാക്കി ഇറക്കി അത് ഭയങ്കര സംഭവമാണ് എന്നുള്ളത് ആളുകളെ കാണിപ്പിക്കുന്ന ഒരു തരികിടയാണ്. അവിടെ ഒരിക്കലും ഈ പറയുന്ന ഒരു പ്യുവർ സംഗീതം ജനിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്യുവർ സംഗീതം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അവർ ചിലപ്പോൾ ഒരുപാട് പാട്ടുകൾ എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പ്രശസ്തി ആവുന്നത് ഇത്തരം സിനിമാ പാട്ടുകൾ പാടിയത് കൊണ്ട് മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്നെങ്കിൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ ഓർമ്മകൾ സമ്മാനിക്കുന്ന പാട്ടുകൾ ഇവർ പാടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ കൂടുതൽ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഇവര് ജാസി ഗിഫ്റ്റിന്റെ പോലെയോ അല്ലെങ്കിൽ മറ്റു സംഗീത സംവിധായക, ഇപ്പൊ വേടൻ ഞാൻ പറഞ്ഞത് അതാണ്, അതൊക്കെ പുതിയ സംഭവങ്ങൾ കൊണ്ടുവന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടാലന്റ് ഇവർക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇനി നാളെ ഒരു ഇപ്പോ ജയവിജയന്മാരുടെ ഭജനകളൊക്കെ അവര് ചിട്ടപ്പെടുത്തി പാടിയ ഭജൻസുകളാണ്. അതിനൊക്കെയാണ് നമ്മളിപ്പോ പ്യുവർ ഭജന എന്ന് പറയുന്നത്. ഇപ്പൊ രാധതൻ പ്രേമത്തോടാണ് എന്നുള്ള പാട്ടടക്കം ജയവിജയന്മാരുടെ പാട്ടുകളാണ്. ആ പാട്ടുകൾ പോലും ജയവിജയന്മാരുടെ ആണ്, അവരുടെ ഒരു സംഗീതമാണ് എന്ന് എവിടെയും പറയുന്നില്ല. അപ്പൊ ഒരു കള്ളത്തരത്തിലൂടെ വളരെ ഗാനമേള ട്രൂപ്പുകളിൽ പോലും ആളുകൾ ഇത് ഇന്ന പടത്തിലെയാണ്, ഇന്ന സംഗീത സംവിധായകരാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട് പാടുന്നത്. അതുപോലും ഇവര് ചെയ്യാത്തോടത്തോളം കാലം അല്ല, ഞാൻ ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ ഉഡായ്പ് എന്ന് തന്നെ പറയും. അതൊന്നും കൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല. ആ സംഭവം ഇവര് മാറ്റിയാൽ മാത്രമാണ് ഇവര് കുറച്ചെങ്കിലും റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യന്മാരായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് നല്ലവരായിട്ടുള്ള ആളുകളുടെ പേരുകളൊന്നും വേണ്ട, ഇവരാണ് എല്ലാം എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ കാണുന്നവര് അങ്ങനെ കാണട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ യഥാർത്ഥ കുശുമ്പ് ഇന്ന കമന്റിലിട്ട ആളുകൾ എനിക്ക് കുശുമ്പാണെന്ന് പറയുന്നത്, അതിന്റെ യഥാർത്ഥ കുശുമ്പ് ഉള്ളത് ആ വന്ന് ഇരിക്കുന്നവരും ആ കൈയടിക്കുന്നവരും ഈ പാടുന്നവരൊക്കെയാണ്. കാരണം ഒരു വ്യക്തികളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണ് അവിടെ വന്നിരിക്കുന്നവരും കൈയടിക്കുന്നവരും. അങ്ങനെ അവർക്ക് മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഇവരുടെ യഥാർത്ഥ അച്ഛനമ്മമാരെ, ആ പാട്ടിന്റെ അച്ഛനമ്മമാരെ ഓർക്കണം, അല്ലെങ്കിൽ അത് അവരിലേക്ക് എത്തിക്കണം. അതിനുള്ളൊരു ധാർമ്മികത ഈ പറയുന്ന ഭജൻസ് കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ എം ജി ശ്രീകുമാറിന്റെ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന് പറയുന്ന ഒരു പാട്ട് വിൽസന്റെ ഏട്ടൻ, തൃശ്ശൂരുള്ള വിൽസന്റെ ഏട്ടൻ മദ്യപിക്കാൻ വേണ്ടി 50 രൂപ ചോദിച്ച് പഞ്ചായത്തിൽ എത്തുകയും അവിടെ വെച്ച് ഈ പാട്ട് പാടുകയും അതിനുശേഷം അദ്ദേഹം വൈറലാവുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം പാടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ അതിന്റെ താഴെ എം ജി ശ്രീകുമാർ വന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. എന്തായാലും അയ്യപ്പന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വിൽസന്റെ ഏട്ടൻ ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസം അമൃത ടിവിയിൽ വിൽസന്റെ ഏട്ടൻ വന്ന് പറഞ്ഞത് ഞാൻ ഇനി മദ്യപിക്കില്ല, ഡീഅഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നു എന്നാണ്. തൃശ്ശൂർ തന്നെ ഒരു ഡീഅഡിക്ഷൻ സെന്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തായിട്ട്. എനിക്ക് തോന്നുന്നത് അവിടെ ആയിരിക്കും വിൽസന്റെ ഏട്ടൻ പോകുന്നുണ്ടാവുക. ഏതായാലും വിൽസന്റെ ഏട്ടന് മദ്യപാനമൊക്കെ മാറി നല്ല രീതിയിൽ ഗാനങ്ങൾ പാടാൻ പറ്റട്ടെ. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ പാട്ടുകളും അതിമനോഹരമായി ഫീലോടുകൂടി പാടുന്നത് കണ്ടു. അദ്ദേഹം തികഞ്ഞ ഒരു ഗായകനാണ് എന്നാണ് ആ പാട്ടുകൾ കാണുമ്പോൾ തോന്നുന്നത്. ഒരുപാട് സന്തോഷം. അയ്യപ്പസ്വാമിയുടെ പാട്ട് പാടിയതും ആ പാട്ടിനെ എം ജി ശ്രീകുമാറിന് കമന്റ് ചെയ്യാൻ തോന്നിയതും വലിയ ഒരു കാര്യമാണ്. ഏതായാലും നല്ലത് സംഭവിക്കട്ടെ. നന്ദഗോവിന്ദം ഭജൻസ് തിരുത്തലുകളിലൂടെ നല്ല രീതിയിലുള്ള പെരുമാറ്റത്തിലൂടെ ഒക്കെ തന്നെ ആ നീതി പുലർത്തി നല്ല സംഗീതമായിട്ട് അവർക്ക് മുന്നോട്ട് പോകട്ടെ. അവരുടെ ആ ഗ്രൂപ്പിലുള്ള ഒരു കലാകാരന്മാരുടെയും കഴിവിനെ കുറിച്ച് വിമർശിക്കാൻ ഞാൻ ആളല്ല. അവർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ തീർച്ചയായിട്ടും വിമർശിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു. നന്ദി, നമസ്കാരം.